ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MS വേൾഡ്. MS വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടേസ്റ്റിയായ ഒരു മഷ്റൂം 65 റെസിപ്പിയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് 250 ഗ്രാം മഷ്റൂമാണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇത് ഡ്രൈ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് മഷ്റൂം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നല്ല ക്രിസ്പി ആയിട്ട് ഇത് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള മഷ്റൂം എല്ലാം നല്ലപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാ മഷ്റൂമും നല്ല ക്രിസ്പിയായി വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിത് മഷ്റൂം 65 ആയിട്ട് ഒന്ന് മാറ്റിയെടുക്കാം. ഒരു ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമെല്ലാം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചില്ലി ഗാർലിക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഈ ചില്ലി ഗാർലിക് സോസ് വറ്റൽമുളക് കുറച്ച് സമയം ചൂടുവെള്ളത്തിലിട്ട ശേഷം ഗാർലിക്കുമായി ചേർത്ത് അരച്ചെടുത്തതാണ്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി മഷ്റൂമിലേക്ക് ഈ സോസ് എല്ലാം നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ ഇതൊന്ന് പാനിലിട്ട് ഇളക്കി യോജിപ്പിക്കുക. സോസ് എല്ലാം മഷ്റൂമിലേക്ക് നന്നായി പിടിച്ച് നല്ല ഡ്രൈ രൂപത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇപ്പോൾ മഷ്റൂം 65 നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്നും എടുത്തു മാറ്റാം.
ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം 65 റെസിപ്പിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് MS World.